RSSന്റെ ശതാബ്ദി ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നടത്തിയ പ്രസംഗത്തിനെതിരെ വിമർശനം തുടർന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും സവർക്കർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പെൻഷൻ തുകയായ 60 രൂപയുടെ നാണയമാണ് ഇറക്കേണ്ടിയിരുന്നത് എന്ന് കോൺഗ്രസ് പരിഹസിച്ചു. BJP ചരിത്രത്തെ മാറ്റിമറിക്കാൻ എത്ര ശ്രമിച്ചാലും ഈ രാജ്യം ഗാന്ധിജിയുടേതാണെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. CPM, AIMIM തുടങ്ങിയ പാർട്ടികളും വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രശാന്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രശാന്ത്, ഈ ഒരു പുതിയ വിവാദം RSSുമായി ബന്ധപ്പെട്ട്, ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. ഈ നാണയം പുറത്തിറക്കിയതിലും പ്രസംഗത്തിലുമൊക്കെ വലിയ തോതിൽ ആക്ഷേപം അഴിച്ചുവിടുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ. പക്ഷേ അപ്പോഴും BJP മൗനം പാലിക്കുന്നുണ്ടോ അവിടെ? ശ്രീജ, RSSന്റെ ശതാബ്ദി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി RSSുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. RSS ഈ കഴിഞ്ഞ 100 വർഷക്കാലം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയും കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയും ഭാരതമെന്ന രാജ്യത്തെ ലോകത്തിന് മുന്നിലേക്ക് ഉയർത്തിക്കാണിക്കാനുള്ള നിലപാടുകളുടെ ഭാഗമായി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിലടക്കം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നൊക്കെ തന്നെ പ്രധാനമന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെതിരെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ അസദുദ്ദീൻ ഒവൈസി അടക്കം CPM അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസ് കഴിഞ്ഞ 2 ദിവസമായി ഇതിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നു എന്നത് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചരിത്രം വളച്ചൊടിക്കാനുള്ള നീക്കം നിലവിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നു. ഇതിന്റെ RSSനെ പറഞ്ഞതല്ല പ്രധാനമായും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാന ചരിത്ര നിഷേധമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട RSSന്റെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് പോയിട്ടില്ല. കോൺഗ്രസിന് ഇപ്പോഴും ചരിത്രം അറിയില്ല എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ നടത്തി രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ തന്നെ അപമാനിച്ച ആളുകളാണ് കോൺഗ്രസ്സുകാർ. അവരത്തരം നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് BJPയുടെ പ്രതികരണം. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സവർക്കറുടെ അടക്കം സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ നാണയങ്ങളാണ് പുറത്തിറക്കേണ്ടിയിരുന്നത്. അതിൽ തന്നെ ഈ സ്റ്റാമ്പ് നാണയവുമായി ബന്ധപ്പെട്ട 60 രൂപയുടെ നാണയം പുറത്തിറക്കിയിരുന്നെങ്കിൽ 60 വർഷക്കാലത്തെ ഈ കണക്കുകളൊക്കെ തന്നെ കണക്കാക്കാമായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ പെൻഷനുമായി ബന്ധപ്പെട്ട 60 രൂപ പെൻഷനാണ് സവർക്കർക്ക് നൽകിയത്, അത് വ്യക്തമാക്കാമായിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാമ്പിന്റെ അകത്തും സമാനമായ രീതിയിൽ ചിത്രീകരിച്ചതിന് സ്റ്റാമ്പ് സവർക്കർ ഉപയോഗിച്ചിരുന്നത് മാപ്പെഴുതി അയക്കാനായിരുന്നു എന്ന പരാമർശം, അതായത് വ്യക്തിപരമായി അല്ലെങ്കിൽ പരിഹസിക്കുന്ന തരത്തിലുള്ള അധിക്ഷേപം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ തന്നെ പവൻ ഖേര അടക്കമുള്ള ആളുകൾ ഇത്തരം ചില പരിഹാസ്യമായ സമീപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാരടക്കം തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കൊളംബിയയിലെ പരാമർശവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോകുന്ന സമയത്താണ് ഈ വിവാദം ഉയർത്തി അതിനെ മറികടക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം കൊളംബിയ രാഹുൽ ഗാന്ധി നടത്തിയത് അതീവ ഗുരുതരമായ വിഷയമാണെന്ന് BJP ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനു മുൻപ് ലണ്ടനിലും അതുപോലെ തന്നെ അമേരിക്കയിലും സമാനമായ രീതിയിൽ തന്നെ പുറത്തുപോയി വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യത്തെ അപമാനിക്കാനുള്ള നീക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു വിവാദം അതിന് പിന്നാലെ വലിയ സജീവമായി തന്നെ കോൺഗ്രസ് നിലനിർത്തുന്ന. ഇത് നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരായ ആരോപണങ്ങളെ മറികടക്കാനുള്ള നീക്കമാണ് എന്നുള്ളതാണ് കേന്ദ്ര നേതാക്കൾ അടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും രവിശങ്കർ പ്രസാദ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രീജ.